വയനാട് കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ആംബുലൻസ് റോഡിൽ നിർത്തിയിട്ടാണ് പ്രതിഷേധം. മന്ത്രി ഒ.ആർ. കേളു, എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. സർവകക്ഷി യോഗം ചേരാനും തീരുമാനമായി. നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം. അധികാരികളെ ചട്ടകളെ അനന്തപുരിയിൽ നന്ദിയുറങ്ങും, അനന്തപുരിയിൽ നന്ദിയുറങ്ങും, അനന്തപുരിയിൽ നന്ദിയുറങ്ങും, അനന്തപുരിയിൽ നന്ദിയുറങ്ങും. കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ. വിവരങ്ങൾ നൽകാൻ അർജുനുണ്ട്. അർജുനെ, ദേശീയപാത ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധം. മന്ത്രിയും എം.എൽ.എയും ഒക്കെ സംഭവസ്ഥലത്തെത്തി അവരെ തടഞ്ഞു. എന്തായാലും സർവകക്ഷി യോഗം ചേരാൻ തീരുമാനമായിട്ടുണ്ടല്ലോ. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ നാട്ടുകാർ പിന്നോട്ടില്ല എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? പ്രതിഷേധം അവസാനിച്ചോ തുടരുകയാണ്? തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പ്രദേശത്ത് നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ സമാധാനപരമായി ഇന്ന് നിൽക്കണമെന്നായിരുന്നു എം.എൽ.എ. അടക്കമുള്ളവരുടെ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ മന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശം. എന്നാൽ ഇന്ന് നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം ഉയർന്നു വരുന്നത്. ആംബുലൻസ് റോഡിൽ നിർത്തിയിട്ട്, അതായത് മൃതദേഹം, രാജുവിന്റെ മൃതദേഹം കൊണ്ടുവന്ന മൃതദേഹം വഹിച്ചു കൊണ്ടുവന്ന ആംബുലൻസ് റോഡിൽ പിടിച്ചിട്ട് അവിടെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം എന്ന് പറയുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഈ പ്രദേശത്ത് നടന്നിരുന്നു, അല്ലെങ്കിൽ വയനാട്ടിൽ ഒട്ടാകെ നടന്നിരുന്നു. എന്തിനാൽ തന്നെയും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തുടർന്നു വരുന്ന സാഹചര്യത്തിലും യാതൊരു വിധത്തിലുള്ള ഒരു പ്രതിരോധം ഈ ഒരു കാര്യത്തിൽ തീർക്കുവാൻ കഴിയാത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. നാട്ടുകാർക്ക് വലിയ രോക്ഷത്തിനാണ് ആ നാട്ടുകാർക്കിടയിൽ ഉളവാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തിനാൽ തന്നെയും എം.എൽ.എയും അതുപോലെ തന്നെ മന്ത്രിയും അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒ.ആർ. കേളു അടക്കമുള്ള മന്ത്രി അടക്കമുള്ളവർ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ ഇപ്പോഴും വീണ്ടും സർവകക്ഷി യോഗം കൂടുകയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത്? ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. അതിൽ മൂത്ത മകന് ഒരു ജോലി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. അത്തരത്തിലുള്ള ജോലി വേണം. മാത്രമല്ല തങ്ങൾക്ക് കിട്ടുവാനുള്ള കോമ്പൻസേഷൻ എന്താണോ അത് ലഭിക്കണം എന്നുള്ളത് കൂടി ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, എന്ത് തന്നെ ആയാലും ഒരാളുടെ നഷ്ടം എന്ന് പറയുന്നത് അത്തരത്തിൽ നികത്താൻ കഴിയുന്നതല്ല, പൈസ കൊണ്ട് നികത്താൻ കഴിയുന്നതല്ല. പക്ഷേ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കേണ്ടതുണ്ട്, തുടർന്ന് ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവരുടെ ആവശ്യം ന്യായമായിട്ടുള്ളതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത്. എന്തിനാൽ തന്നെയും ആംബുലൻസ് അടക്കം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ വാഗേരിയിലടക്കം ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജീവഹാനി സംഭവിച്ചിരുന്നു. കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ പുതുശ്ശേരിയിൽ ഒരാളുടെ ജീവൻ കടുവയുടെ ആക്രമണത്തിൽ പൊലിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ആനയുടെ ആക്രമണത്തിൽ മറ്റൊരു ജീവൻ പൊലിയുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി പേരുടെ ജീവനുകളാണ് ഓരോ വർഷവും വയനാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദ്വീപിലെ ഇക്കോ ടൂറിസം ജീവനക്കാരൻ മരിച്ചപ്പോൾ പുൽപ്പള്ളിയിൽ ഉണ്ടായ പ്രതിഷേധ ഈ വർഷം അത് മറക്കാൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ആ ഒരു സമയമായിട്ടില്ല. പക്ഷെ ഇങ്ങനെ പ്രതിഷേധം തുടരുകയാണ്. ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരു പരിഹാരമൊന്നും ആകുന്നില്ല. പക്ഷേ അർജുൻ പറഞ്ഞതുപോലെയാണ്, ഒരുപക്ഷെ കുടുംബത്തിന്റെ ഏക അത്താണിയുടെ ജീവൻ ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു നഷ്ടപരിഹാരം, അവർക്കൊരു കൈത്താങ്ങായി, അല്ലെങ്കിൽ ആ കുടുംബാംഗത്തിന്റെ ഒരു ജോലി എന്നുള്ളത് ന്യായമായ ആവശ്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധമെന്ന് മനസ്സിലാകുന്നു. മന്ത്രിയൊക്കെ തടഞ്ഞല്ലോ, അതിലെന്താണ് തീരുമാനമായത്? തീർച്ചയായും ഇതുവരെയും ഈ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മന്ത്രിയെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ എം.എൽ.എ. അടക്കം തടയുന്ന ആ സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിയും അതുപോലെ തന്നെ എം.എൽ.എയും മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു യോഗം ജനങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു യോഗം വിളിക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ യോഗത്തിലായിരിക്കും, ഇനി വരുന്ന യോഗത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ തീരുമാനമാവുക. അതായത് ഇത്തരത്തിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്താണ് മകന്റെ ജോലിയെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒ.ആർ. കേളു, ഒരു മന്ത്രി വയനാട്ടിലുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. ഇത്തരത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ജനങ്ങളാകെ പ്രതീക്ഷിക്കുന്നത്. എന്തിനാൽ തന്നെയും ഇവർക്ക് വേണ്ടത്, അതായത് വയനാട്ടുകാർക്ക് വേണ്ടത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. ആന അത്തരത്തിലുള്ള വന്യജീവികൾ അടക്കം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ള ശ്രദ്ധയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ജാഗ്രത നിർദ്ദേശമാണ് വേണ്ടത്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫെൻസിംഗ് അടക്കമുള്ള സാധ്യതകൾ ഇവിടെ അവലംബിക്കേണ്ടതുണ്ട്. ഫെൻസിംഗ് കൂടുതലായി എത്തിക്കേണ്ടതുണ്ട്.
ചെയ്യേണ്ടതുണ്ട്. റെയിൽ ഫെൻസിംഗ് അടക്കം ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ആന പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ, അതായത് വന്യജീവികളൊന്നും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ഇത്തരത്തിലുള്ള ഫെൻസിംഗ് രീതികൾ അത്യാവശ്യമാണ്. മാത്രമല്ല കടുവ അടക്കമുള്ള ജീവികൾ പുറത്തിറങ്ങാതിരിക്കാൻ മതിൽ കെട്ടി സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആ സാധ്യതകളും നമ്മൾ അവലംബിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും പല സ്ഥലത്തും ഇത് ഭാഗികമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പൂർണ്ണമായും എവിടെയും എത്താത്ത ഒരു അവസ്ഥയുമുണ്ട്. കിടങ്ങുകൾ നിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കിടങ്ങുകൾ പലയിടത്തും നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. ഇത്തരത്തിൽ ഇദ്ദേഹം രാജു കഴിഞ്ഞ ദിവസം തങ്ങളുടെ വയലിലേക്ക് പോവുകയായിരുന്നു. അതായത് ഞാറ് നട്ട ഒരു സമയമാണ്. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് മൃഗങ്ങൾ, അതായത് ആനയടക്കം അങ്ങോട്ട് ഇറങ്ങുക സ്വാഭാവികമാണ്. ആ ഒരു സമയത്ത് ഈ ആന വന്ന് ചവിട്ടി മെതിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും വയലിലേക്ക് ചെല്ലുകയും ചെയ്തത്. തുടർന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ആന ഈ രാജുവിനെ ഓടിക്കുകയും പിന്നീട് ആക്രമിക്കുകയും ചെയ്തത്. തുടർന്ന് വന്ന ആളുകൾ രാജുവിനെ കണ്ടിരുന്നില്ല. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആനയെ തുരത്തിയതിനു ശേഷം മാത്രമാണ് പിന്നീട് രാജുവിനെ കാണുന്നത്. ആ ഒരു സമയത്ത് തന്നെ വലിയ രീതിയിൽ ചോര വാർന്നു നിൽക്കുന്ന രാജുവിനെയാണ് നാട്ടുകാർക്ക് കാണുവാൻ കഴിഞ്ഞത്. ചികിത്സയിലിരിക്കെയാണ് രാജുവിന്റെ മരണം സംഭവിച്ചത്. അങ്ങനെ ഇന്നലെയും പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആംബുലൻസുമായി ദേശീയപാത ഉപരോധിക്കുകയാണ് നാട്ടുകാർ. മന്ത്രിയും MLA-യും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സർവകക്ഷി യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അർജുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.